friends, എല്ലാവർക്കും ഗൈഡ് ഫോർ കെമിസ്ട്രിയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ കെമിസ്ട്രിയിലെ 6th ചാപ്റ്റർ ആയിട്ടുള്ള തെർമോഡൈനാമിക്സിൻ്റെ ഇംപ്രൂവ്മെൻറ്റ് വീഡിയോ ആണ് ചെയ്യുന്നത്. അതിൽ തന്നെ നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത് പാർട്ട് 1 വീഡിയോയിൽ. അപ്പോൾ പാർട്ട് 1 വീഡിയോയും പിന്നെ കൺസെപ്റ്റ് ബേസ്ഡ് ആയിട്ടുള്ള വീഡിയോയും കാണാത്തവരുണ്ടെങ്കിൽ ആ ഐ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ആ വീഡിയോസിലേക്ക് പോകാൻ സാധിക്കും. അപ്പോൾ ഇന്ന് നമ്മൾ പാർട്ട് 2 വീഡിയോ ആണ് ചെയ്യാൻ പോകുന്നത്. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിൻ്റെ കണ്ടിന്യൂഷനാണ്. അപ്പോൾ ക്വസ്റ്റ്യൻസ് എന്താണെന്ന് നോക്കാം. ഇനി അടുത്ത 13th ക്വസ്റ്റ്യൻ ആണ്. കാൽക്കുലേറ്റ് ഡെൽറ്റ എഫ് എച്ച് നോട്ട് വെൻ ഡയമണ്ട് ഇസ് ഫോംഡ് ഫ്രം ഗ്രഫൈറ്റ്. അപ്പോൾ ഡെൽറ്റ എഫ് എച്ച് നോട്ട് കണ്ടുപിടിക്കാൻ പറഞ്ഞാണ് ഗ്രഫൈറ്റിൽ നിന്ന് ഡയമണ്ട് ഉണ്ടാവുന്ന സമയത്ത്. ഓക്കെ, നമുക്ക് 2 ഇക്വേഷൻസ് വന്നിട്ടുണ്ട്. ഒന്ന് ഡയമണ്ട് റിലേറ്റഡ് ആണ്, ഒന്ന് ഗ്രഫൈറ്റ് റിലേറ്റഡ് ആണ്. പിന്നെ രണ്ടാമത് ചോദിച്ചിട്ടുണ്ട് എക്സ്റ്റൻസീവ് പ്രോപ്പർട്ടീസ് എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. ജൂലൈ 2017 ചോദിച്ച ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ ഇത്. അപ്പോൾ നമുക്ക് വേണ്ട ഇക്വേഷൻ എന്താ അതിൽ? ഫസ്റ്റത്തെ കേസിൽ എ പാർട്ട് നോക്കാം. അപ്പോൾ ഈ പാർട്ട് നോക്കുമ്പോൾ നമുക്ക് വേണ്ടത് വെൻ എ ഡയമണ്ട് ഇസ് ഫോംഡ് ഫ്രം ഗ്രഫൈറ്റ്. അപ്പോൾ ഗ്രഫൈറ്റ് ആയിരിക്കണം ലെഫ്റ്റ് സൈഡിൽ, ആരോണ്ട് റൈറ്റ് സൈഡിൽ വേണ്ടത് ഡയമണ്ടും. സോ നമുക്ക് റിക്വയർഡ് ഇക്വേഷൻ ഇസ് സി ഗ്രഫൈറ്റ് ഗിവ്സ് സി ഡയമണ്ട്. ഇത്രേ വേണ്ടൂ അല്ലേ? ക്വസ്റ്റ്യനിൽ എന്താണ് ഫോം ചെയ്യേണ്ടതെന്ന് നോക്കുക, എന്നിട്ട് കാൽക്കുലേറ്റ് ചെയ്യുക. പിന്നെ ഇവിടെ എൻതാൽപ്പി ഓഫ് ഫോർമേഷനാണ് ചോദിച്ചത്. അപ്പോൾ അത് കണ്ടുപിടിക്കാം. തന്നിരിക്കുന്ന ഡാറ്റ പിന്നെ എടുത്ത് എഴുതുക. ഗിവൻ ഡേറ്റാസ് ആന്ന് പറഞ്ഞിട്ട് ഫുൾ എടുത്ത് എഴുതുക. ഫസ്റ്റ് ഇക്വേഷൻ സെക്കൻഡ് ഇക്വേഷൻ എന്ന് കൊടുക്കുക. എൻതാൽപ്പി എത്ര കൊണ്ടുണ്ടെന്നും എഴുതാൻ മറക്കരുത് കേട്ടോ. മാർക്ക് കട്ട് ചെയ്യും, ഒരു ഹാഫ് മാർക്കെങ്കിലും അതിന് കട്ട് ചെയ്യും. അപ്പോൾ എല്ലാ ഡീറ്റെയിൽസും ഫുള്ളായിട്ട് എഴുതുക. ഓക്കെ, ഇനി നമുക്ക് വേണ്ടത് എന്താ? സി ഗ്രഫൈറ്റ് ഗിവ്സ് സി ഡയമണ്ട് എന്നാണ്. ഫസ്റ്റ് ഇക്വേഷൻ നോക്കൂ, സി ഡയമണ്ട് എന്ന് തുടങ്ങണമെന്നാണ് ഫസ്റ്റ് ഇക്വേഷൻ. നമുക്ക് ലെഫ്റ്റിലല്ല ഡയമണ്ട് വേണ്ട, റൈറ്റിലാണ് വേണ്ടത്. അപ്പോൾ ഫസ്റ്റ് ഇക്വേഷൻ നമ്മൾ റിവേഴ്സ് ചെയ്യുകയാണ്. റിവേഴ്സ് ചെയ്യുമ്പോൾ എന്തുണ്ടാവും? CO2 ഗിവ്സ് സി ഡയമണ്ട്. ഞാൻ ഡയാന്ന് എഴുതിയിട്ടുള്ളൂ, നിങ്ങൾ എക്സാമിന് എഴുതുമ്പോൾ ഫുള്ളായിട്ടല്ല എഴുതണം കേട്ടോ. സി ഡയമണ്ട് പ്ലസ് O2 ഡെൽറ്റ സി എച്ച് നോട്ട് ഇസ് ഈക്വൽ ടു 395 കിലോ ജൂൾ. -395 എന്നായിരുന്നു അവർ തന്ന ഡീറ്റെയിൽ. നമ്മൾ റിവേഴ്സ് ചെയ്തപ്പോൾ സൈനും റിവേഴ്സായി, അപ്പോൾ പോസിറ്റീവായി. ഇനി നമുക്ക് സെക്കൻഡ് ഇക്വേഷൻ നോക്കാം. സി ഗ്രഫൈറ്റ് പ്ലസ് O2 ഗിവ് CO2. ഡെൽറ്റ എച്ചും തന്നിട്ടുണ്ട്. സി ഗ്രഫൈറ്റ് ലെഫ്റ്റിൽ തന്നെയാണ് നമുക്ക് വേണ്ടത്, അപ്പോൾ കുഴപ്പമില്ല. സെക്കൻഡ് ഇക്വേഷൻ അങ്ങനെ തന്നെ ഇട്ടാൽ മതി. ഇനി സെക്കൻഡ് ഇക്വേഷനും തേർഡ് ഇക്വേഷനും കൂടിയിട്ട് ആഡ് ചെയ്യുക. അപ്പോൾ എന്തുണ്ടാവും? സി ഗ്രഫൈറ്റ് പ്ലസ് O2 ഗിവ് CO2 ഡെൽറ്റ സി എച്ച് നോട്ട് എഴുതി. CO2 ഗിവ് സി ഡയമണ്ട് പ്ലസ് O2 ഡെൽറ്റ സി എച്ച് നോട്ടും എഴുതി. ഇനി ഇവിടെ ആവശ്യമില്ലാത്തത് ആരൊക്കെയാ? O2നെ ക്യാൻസൽ ചെയ്യാനുള്ള വല്ല വഴിയുണ്ടോ എന്ന് നോക്കാം. സോ O2 ലെഫ്റ്റിലുണ്ട്, O2 റൈറ്റിലുള്ള വല്ലതുണ്ടോ എന്ന് നോക്കാം. O2 റൈറ്റിലും ഉണ്ട്, അപ്പോൾ ഈക്വൽ എമൗണ്ടും ആണ്, അപ്പോൾ ക്യാൻസൽ ചെയ്ത് കളയാം. ഇനി CO2 നമുക്ക് വേണ്ട, അപ്പോൾ CO2 റൈറ്റിലുണ്ട്, CO2 ലെഫ്റ്റിലുണ്ട്, സെയിം എമൗണ്ട് ആണ്, ക്യാൻസൽ ചെയ്ത് കളയാം. അപ്പോൾ നമുക്ക് ബാക്കി എന്താ വരിക? സി ഗ്രഫൈറ്റ് ഗിവ് സി ഡയമണ്ട് ഡെൽറ്റ സി എച്ച് നോട്ട് എന്ന് പറയുന്നത് പ്ലസ് 1.5 കിലോ ജൂളാണ്. ഇത് രണ്ടും കൂടി കാൽക്കുലേറ്റ് ചെയ്താൽ നമുക്ക് കിട്ടുക 1.5 കിലോ ജൂൾ. ഇനി നമ്മുടെ അടുത്ത ചോദ്യം എന്ന് പറയുന്നത് എക്സ്റ്റൻസീവ് പ്രോപ്പർട്ടി എസ് എന്ന് പറയുന്നത് ഡെൻസിറ്റിയും പ്രഷറും ടെമ്പറേച്ചറും മാസും തന്നിട്ടുണ്ട്. ഏതാണ് എക്സ്റ്റൻസീവ് പ്രോപ്പർട്ടി? മാസ്. ഇനി അടുത്തത് 14th ക്വസ്റ്റ്യൻ ആണ്. സം മൈക്രോസ്കോപ്പിക് പ്രോപ്പർട്ടീസ് ആർ ഗിവൺ ബിലോ. ഹെൽപ്പ് റീന ടു ക്ലാസിഫൈ ദം ഇൻ ടു 2 ഗ്രൂപ്സ് അണ്ടർ സ്യൂട്ടബിൾ ടൈറ്റിൽസ്: ഹീറ്റ് കപ്പാസിറ്റി, എൻട്രോപ്പി, റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്, സർഫസ് ടെൻഷൻ. അപ്പോൾ ചില മാക്രോസ്കോപ്പിക് ആയിട്ടുള്ള പ്രോപ്പർട്ടീസ് തന്നിട്ടുണ്ട്. റീനയ്ക്ക് 2 ഗ്രൂപ്പായിട്ട് ക്ലാസിഫൈ ചെയ്യണം. അപ്പോൾ നമ്മൾ 2 ഗ്രൂപ്പായി ക്ലാസിഫൈ ചെയ്തതിന് ശേഷം അവർക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ളൊരു ടൈറ്റിൽ കൊടുക്കാനാണ് പറയുന്നത്. ഹീറ്റ് കപ്പാസിറ്റി, എൻട്രോപ്പി, റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്, സർഫസ് ടെൻഷൻ. അപ്പോൾ പല രീതിയിലായിട്ട് ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ തന്നെ ബി പാർട്ട് വരുന്നുണ്ട്. ഫോർ ദ റിയാക്ഷൻ 2A gaseous സ്റ്റേറ്റിൽ പ്ലസ് B gaseous സ്റ്റേറ്റിൽ ഗിവ്സ് 2D gaseous സ്റ്റേറ്റിൽ. ഡെൽറ്റ U0 തന്നിട്ടുണ്ട് ഒരു വാല്യൂ, ഡെൽറ്റ S0 തന്നിട്ടുണ്ട് at 298 Kelvin. കാൽക്കുലേറ്റ് ഡെൽറ്റ G0 ഫോർ ദ റിയാക്ഷൻ. മാർച്ച് 2017 ചോദിച്ചതാണ്. അപ്പോൾ നമുക്ക് നേരത്തെ ഈ പാർട്ട് എന്തായിരുന്നു? റീനയ്ക്ക് 2 ഗ്രൂപ്പുകളായിട്ട് ക്ലാസിഫൈ ചെയ്യണം, അവർക്ക് സ്യൂട്ടബിൾ ടൈറ്റിൽ കൊടുക്കാൻ പറഞ്ഞിട്ട്. എക്സ്റ്റൻസീവ് പ്രോപ്പർട്ടിയും ഇൻറ്റൻസീവ് പ്രോപ്പർട്ടിയാണ്. കണ്ടപ്പോൾ തന്നെ മനസ്സിലായില്ലേ? സോ എക്സ്റ്റൻസീവ് പ്രോപ്പർട്ടിയിൽ വരുന്നത് ഹീറ്റ് കപ്പാസിറ്റിയും എൻട്രോപ്പിയും, ഇൻറ്റൻസീവിൽ വരിക റിഫ്രാക്റ്റീവ് ഇൻഡെക്സും സർഫസ് ടെൻഷനും. ഇനി ബി പാർട്ട് നോക്കാം. ബി പാർട്ടിൽ നമുക്ക് എന്തൊക്കെ തന്നിട്ടുണ്ട്? ഒരു ഇക്വേഷൻ തന്നിട്ടുണ്ട് അല്ലേ? സോ ഇക്വേഷൻ എടുത്ത് എഴുതിയാൽ നല്ലതാണ് കേട്ടോ. ഞാനിവിടെ എഴുതിയിട്ടില്ല, അപ്പോൾ ഇക്വേഷൻ എടുത്ത് എഴുതിക്കോളൂ, അതാണ് നല്ലത്. എന്തൊക്കെ തന്നിട്ടുണ്ടോ അതെല്ലാം നമ്മുടെ ആൻസറിൽ എഴുതുക. പിന്നെ നമുക്ക് കണ്ടുപിടിക്കാനുള്ളതും കൂടി ഇക്വേഷനായിട്ട് എഴുതി കണ്ടുപിടിക്കാം. അപ്പോൾ ഡെൽറ്റ U0 തന്നിട്ടുണ്ട് -10.5 കിലോ ജൂൾ പെർ മോൾ. അതിന് ജൂളാക്കി മാറ്റാം, കാരണം എല്ലാം ജൂളിലാണ് വരുന്നത്. സോ ജൂളാക്കി മാറ്റുമ്പോൾ എൻ്റെ 10⁻³ കൂടി എക്സ്ട്രാ ആയിട്ട് വരും. പിന്നെ ഡെൽറ്റ S0 തന്നിട്ടുണ്ട് -44.1 ജൂൾ പെർ കെൽവിൻ പെർ മോൾ എന്ന് പറഞ്ഞിട്ട്. ടെമ്പറേച്ചർ തന്നിട്ടുണ്ട് 298 കെൽവിൻ. എന്താണ് അവർ ചോദിച്ചതിനെ കണ്ടുപിടിക്കാൻ? ഡെൽറ്റ G0 ആണ് കണ്ടുപിടിക്കാൻ പറഞ്ഞത്. ഡെൽറ്റ G0 നമ്മൾ ഉള്ള ഒരു ഇക്വേഷൻ എന്ന് പറയുന്നത് ഡെൽറ്റ G0 ഈക്വൽ ടു ഡെൽറ്റ H0 - T ഡെൽറ്റ S0 ആണ്. അപ്പോൾ ടിയും ഡെൽറ്റ S0 നമുക്കറിയാം.
അല്ല ഡെൽറ്റ എച്ച് നമുക്കറിയില്ല, പക്ഷെ ഡെൽറ്റ യു നമുക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ എന്തെങ്കിലും ഉപകാരം യു കൊണ്ട് ഉണ്ടാവും അല്ലേ, അല്ലാണ്ട് അവർ തരില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഡെൽറ്റ എച്ച് ആണ് നമ്മൾ ആദ്യം കണ്ടുപിടിക്കേണ്ടത്. ഡെൽറ്റ എച്ച് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഡെൽറ്റ യു പ്ലസ് ഡെൽറ്റ എൻ ആർ ടി എന്ന് പറഞ്ഞ ഇക്വേഷൻ യൂസ് ചെയ്യാം. അപ്പോൾ എന്തുണ്ടാവും, ഡെൽറ്റ എച്ച് നോട്ട് ഇസ് ഈക്വൽ ടു -10.5 × 10⁻³ പ്ലസ് ഡെൽറ്റ എൻ. ഡെൽറ്റ എൻ എന്ന് പറയുമ്പോൾ എൻ പി മൈനസ് എൻ ആർ ആണ് അല്ലേ. എൻ പിയിൽ എന്താ വരുന്നത്, ഇക്വേഷൻ പ്രകാരം ഗേഷ്യസ് സ്റ്റേറ്റിലിരിക്കുന്നത് റൈറ്റിലെ പോർഷനിൽ 2 ആണ്. അപ്പോൾ 2 മൈനസ് പിന്നെ 2a + b എന്നായിരുന്നു ലെഫ്റ്റിലുണ്ടായിരുന്നത്. 2 മോൾസ് ഓഫ് എ പ്ലസ് 1 മോൾ ഓഫ് ബി. അപ്പോൾ എന്തായി മൊത്തത്തിൽ 3 മോൾസ് ആയി അല്ലേ റിയാക്ടൻ സൈഡിൽ. സോ 2 - 3 = -1 എന്ന് കിട്ടി. അപ്പോൾ ഡെൽറ്റ എന്നും കിട്ടി. ഇനി ആർ എന്ന് പറഞ്ഞാൽ 8.314 × 298. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും, -12977.6 J/mol എന്ന് കിട്ടി. ഇനി നമുക്ക് ഡെൽറ്റ ജി നോട്ട് കാണണ്ടേ, ഇനി എളുപ്പമല്ലേ, ഡെൽറ്റ എച്ച് നോട്ട് മൈനസ് ടി ഡെൽറ്റ എസ് നോട്ട് വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസറാണ് -26.119 × 10⁻³ J/mol. ഇതിപ്പോൾ നിങ്ങൾ എൻ്റെ വീഡിയോസ് മാത്രം കാണരുത്, ഇതൊക്കെ പ്രാക്ടീസ് ചെയ്യണം കേട്ടോ, എന്നാലേ കിട്ടുള്ളൂ. ജസ്റ്റ് എൻ്റെ വീഡിയോസ് കണ്ടു എന്ന് വെച്ചിട്ട് കിട്ടണമെന്നില്ല, തന്നെ ചെയ്യാൻ നോക്കുക. ഈ ക്വസ്റ്റ്യൻസ് തന്നെയാണ്, ഇത്ര തന്നെ ക്വസ്റ്റ്യൻസ് ഉള്ളൂ പ്രീവിയസ് ഇയറിൽ. അപ്പോൾ ഇതന്നെ പ്രാക്ടീസ് ചെയ്യുക, നല്ലോണം ഈ ക്വസ്റ്റ്യൻസ് ചെയ്യുക, നല്ല പക്കയാവണം, എപ്പോൾ ചോദിച്ചാലും കിട്ടുന്നുള്ള രീതിയിലാവണം. അപ്പോൾ പിന്നെ നിങ്ങൾക്ക് എന്തായാലും ഈ ഇംപ്രൂവ്മെൻറ്റ് നല്ല സ്കോർ വാങ്ങാൻ പറ്റും. ഇനി 15th ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് എ പ്രോസസ് ടേക്കിംഗ് പ്ലേസ് വിത്ത് ഇൻക്രീസ് ഇൻ എൻട്രോപ്പി, ഫ്രീസിംഗ് ഓഫ് വാട്ടർ, കണ്ടൻസേഷൻ ഓഫ് സ്റ്റീം, കൂളിംഗ് ഓഫ് എ ലിക്വിഡ്, ഡിസൊല്യൂഷൻ ഓഫ് എ സൊല്യൂട്ട്. അപ്പോൾ ഏതൊക്കെയാണ് എൻട്രോപ്പിയിൽ ഇൻക്രീസ് വരുന്ന പ്രോസസ്സ് എന്നാണ് ചോദിച്ചത്. ഫ്രീസിംഗ് ഓഫ് വാട്ടർ, വാട്ടർ ഫ്രീസ് ആകുമ്പോൾ എന്താ ഉണ്ടാവുക, വാട്ടർ ലിക്വിഡ് സ്റ്റേറ്റിലിരിക്കുന്നു, ഫ്രീസ് ആകുമ്പോൾ അത് സോളിഡ് സ്റ്റേറ്റിലേക്കാണ് മാറുന്നത് അല്ലേ. സോളിഡ് ആകുമ്പോൾ എന്തുണ്ടാവും, ആ ഒരു ഡിസോർഡർനെസ് കുറയും അല്ലെ, റാൻഡംനെസ് കുറയും. അപ്പോൾ എൻട്രോപ്പി കുറയാണ് അവിടെ ചെയ്യണത്. അതല്ല കണ്ടൻസേഷൻ ഓഫ് സ്റ്റീം. കണ്ടൻസേഷൻ ഓഫ് സ്റ്റീം എന്ന് പറഞ്ഞാൽ എന്താ, കണ്ടൻസ് ചെയ്തത് ലിക്വിഡ് സോളിഡ് എന്തെങ്കിലും ആയി മാറുകയാണ്. അപ്പോൾ അവിടെ എൻട്രോപ്പിയുടെ ഡിക്രീസ് ആണ് വരുന്നത്. ഇനി കൂളിംഗ് ഓഫ് എ ലിക്വിഡ്, ലിക്വിഡ് കൂളായാലും എന്താ ഉണ്ടാവണേ, കൂൾ ചെയ്യുമ്പോഴും നമുക്കൊരു സോളിഡ് ഫോമിലേക്കാണ് അത് എത്താൻ പോണേ. അപ്പോൾ അവിടും ഡിസോർഡർനെസ് കുറയാണ്. ഇനി ഡിസൊല്യൂഷൻ ഓഫ് എ സൊല്യൂട്ട്, സൊല്യൂട്ട് ഡിസോൾവ് ചെയ്യുമ്പോൾ അവിടെ എൻട്രോപ്പി കൂടുകയാണ് ചെയ്യണം അല്ലേ. അപ്പോൾ അതാണ് ആൻസർ. ഇനി അടുത്തത് നമ്മളോട് ചോദിച്ചാൽ സ്റ്റേറ്റ് ആൻഡ് ഇലസ്ട്രേറ്റ് ഹെസസ് ലോ എന്നാണ്. സ്റ്റേറ്റ്മെൻറ്റ് ഞാൻ എഴുതുന്നില്ല, ഇലസ്ട്രേഷൻ പറഞ്ഞു തരാം. ഓക്കെ, ഹെസസ് ലോ നമ്മൾ മുമ്പ് ഡിസ്കസ് ചെയ്തത് തന്നെയാണ്, മുമ്പത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തതാണ്. ഇലസ്ട്രേഷൻ എങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഇലസ്ട്രേഷൻ, consider a process in which the reactant A is converted to product B in a single step by involving heat change delta H. അപ്പോൾ ഒരു പ്രോസസ്സ് കൺസിഡർ ചെയ്യുക, അതിൽ റിയാക്ടൻ്റ് എനെ പ്രൊഡക്റ്റ് ബി ആക്കി മാറ്റി ഒറ്റ സ്റ്റെപ്പിലാണ് ചെയ്തത്, ഹീറ്റ് ചേഞ്ച് ഡെൽറ്റ എച്ച് ആണ്. ലെറ്റ് ദ സെയിം റിയാക്ടൻ്റ് എ ഇസ് കൺവേർട്ടഡ് ടു C, then to D and finally to B, involving heat changes delta H1, delta H2, delta H3 respectively. അതേ റിയാക്ടൻ്റ് തന്നെ എ സിയിലേക്ക് കൺവേർട്ട് ചെയ്ത് പിന്നെ ഡിയിലേക്ക് കൺവേർട്ട് ചെയ്ത് ലാസ്റ്റ് ബിയിലേക്ക് തന്നെ എത്തി. അപ്പോൾ അവിടെ വരുന്ന ഹീറ്റ് ചേഞ്ച് എന്ന് പറയുന്നതാണ് ഡെൽറ്റ H1, ഡെൽറ്റ H2, ഡെൽറ്റ H3. അപ്പോൾ ഇത് പിക്ടോറിയൽ റെപ്രസെൻറ്റേഷൻ പോലെ എന്തായാലും എഴുതണം കേട്ടോ. അപ്പോൾ എന്ന് ബിയിലേക്ക് നമ്മൾ ആദ്യം ഒരു സിംഗിൾ സ്റ്റെപ്പിലാക്കി, അപ്പോൾ ഡെൽറ്റ എച്ച് ആയിരുന്നു അതിൻ്റെ ഹീറ്റ് ചേഞ്ച് എന്ന് പറയുന്നത്. പിന്നെ എന്ന് തന്നെ സെയിം റിയാക്ടൻ്റ് എ യൂസ് ചെയ്തിട്ട് തന്നെ നമ്മൾ സിയിലേക്ക് കൺവേർട്ട് ചെയ്തു. അപ്പോൾ അവിടെ വരുന്ന ഡെൽറ്റ H1, പിന്നെ ഡിയിലേക്ക് കൺവേർട്ട് ചെയ്തു ഡെൽറ്റ H2, പിന്നെ ബിയിലേക്ക് പോയി ഡെൽറ്റ H3. അപ്പോൾ ദെൻ according to Hess's law, delta H is equal to delta H1 plus delta H2 plus delta H3 അല്ലേ. ഇങ്ങനെ ഒരു സിംഗിൾ സ്റ്റെപ്പിലേക്ക് പോയാലും റൗണ്ട് ചെയ്ത്, അതായത് ഇതിങ്ങനെ ഒരു സിംഗിൾ സ്റ്റെപ്പിൽ പോയാലും മൾട്ടിപ്പിൾ സ്റ്റെപ്പിൽ പോയാലും നമ്മുടെ പ്രോസസ്സ് സെയിം ആണ് അല്ലേ, റിയാക്ഷൻ റിമെയിൻസ് ദ സെയിം. അതാണ് ഹെസസ് ലോ പറയുന്നത്. ഇലിസ്ട്രേഷനാണ്, ഇത് ഇങ്ങനെ തന്നെ പഠിച്ചു വെച്ചോളൂ. ഇങ്ങനെ തന്നെ പഠിച്ചു വെക്കുക എന്ന് പറഞ്ഞാൽ ഇങ്ങനെ തന്നെ എഴുതണ്ട, പക്ഷെ നിങ്ങൾ മനസ്സിലാക്കിയിട്ട് നിങ്ങളുടേതായിട്ടുള്ള ലാംഗ്വേജിൽ തന്നെ നല്ല രസമായിട്ട് എഴുതുക. പിക്ടോറിയൽ റെപ്രസെൻറ്റേഷൻ ഉണ്ടെങ്കിൽ ഇവിടെ എന്ത് ചെറിയ തെറ്റ് വന്നാലും, ചെറിയ തെറ്റ് കേട്ടോ, എന്ത് ചെറിയ തെറ്റ് വന്നാലും നമുക്ക് മാർക്ക് കിട്ടും. ഇത് എഴുതാൻ മറക്കരുത്. ദെൻ അക്കോർഡിംഗ് ടു ഹെസസ് ലോ ഡെൽറ്റ എച്ച് എന്ന് പറയുന്നത് ഡെൽറ്റ H1 പ്ലസ് ഡെൽറ്റ H2 പ്ലസ് ഡെൽറ്റ H3 ആണെന്നുള്ളത്. ഓക്കെ, ഇനി അടുത്ത 16th ക്വസ്റ്റ്യൻ. ദ എൻതാൽപ്പി ചേഞ്ച് ഇൻ എ പ്രോസസ് ഇസ് ദ സെയിം വെദർ ദ പ്രോസസ് ഇസ് ക്യാരിഡ് ഔട്ട് ഇൻ എ സിംഗിൾ സ്റ്റെപ്പ് ഓർ ഇൻ സെവറൽ സ്റ്റെപ്സ്. ഐഡൻറ്റിഫൈ ദ ലോ. ലോ മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു, ഹെസസ് ലോ. Calculate the enthalpy of formation of CH4 from the following data. Data തന്നിട്ടുണ്ട്. മാർച്ച് 2014 സെപ്റ്റംബർ 2013 ഈ ഒരു ക്വസ്റ്റ്യൻ കാൽക്കുലേറ്റ് ദ എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ ഓഫ് CH4 ചോദിച്ചിട്ടുണ്ട്. സോ എങ്ങനെയാണ് ചെയ്യാൻ നോക്കാം. ആദ്യം തന്നെ നമുക്ക് ആവശ്യമുള്ള ഇക്വേഷൻ എന്താണെന്ന് എഴുതി വയ്ക്കുക. സോ ദ റിക്വയർഡ് ഇക്വേഷൻ ഇസ് സി ഫോർമേഷൻ ഓഫ് CH4 അല്ലേ. അപ്പോൾ CH4ന് എന്തൊക്കെ വേണം, കാർബണും ഹൈഡ്രജനും ഇത്രയേ വേണ്ടൂ. സോ സി സോളിഡ് സ്റ്റേറ്റിൽ പ്ലസ് H2 ആദ്യം സ്കെൽറ്റൽ ഇക്വേഷൻ ചെയ്താൽ പിന്നെ ബാലൻസ് ചെയ്യുക. H2 ഗേഷ്യസ് സ്റ്റേറ്റിൽ, ഗ്യാസ് CH4 ഗേഷ്യസ് സ്റ്റേറ്റിൽ. ഫിസിക്കൽ സ്റ്റേറ്റ് തെറ്റിക്കരുത് കേട്ടോ. അപ്പോൾ
കാർബൺ ഒരെണ്ണേ ഉള്ളൂ, ഒരെണ്ണം മതി. ഹൈഡ്രജൻ റൈറ്റ് സൈഡിൽ 4 എണ്ണം ഉണ്ട്. അപ്പോൾ ഇവിടെ 2 എണ്ണേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ നമ്മൾ 2 കൊടുത്തു. അപ്പോൾ 4 എണ്ണമായി. ബാലൻസ്ഡ് ഇക്വേഷനായി. ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് തന്നിരിക്കുന്ന ഡാറ്റ എടുത്ത് എഴുതുക. ഞാനിവിടെ എടുത്ത് എഴുതിയിട്ടില്ല, കാരണം പെട്ടെന്ന് ഷോർട്ട് ആക്കിയിട്ട് കാര്യങ്ങൾ പറയാൻ വെച്ചിട്ടായിരുന്നു. അപ്പോൾ ഇത് ഗിവൺ ഡേറ്റ എന്ന് പറഞ്ഞിട്ട് ഫുൾ എഴുതണം. അതിനുശേഷം അതിന് ഓരോന്നിനും ഓരോ ഇക്വേഷനും 1, 2, 3 എന്ന് പറഞ്ഞിട്ട് ഇക്വേഷൻ 1, ഇക്വേഷൻ 2, ഇക്വേഷൻ 3 എന്ന് പറഞ്ഞിട്ട് എഴുതണം. അതിനുശേഷം നമ്മൾ ഓരോ ഇക്വേഷൻ എടുത്ത് നോക്കുക, നമുക്ക് ആവശ്യമുള്ള രീതിയിലാണോ അത് കിടക്കണേ നോക്കുക. ഫസ്റ്റ് ഇക്വേഷൻ നോക്കുമ്പോൾ C+O2 ഗിവിങ് CO2 എന്ന് പറഞ്ഞിട്ട് ഡെൽറ്റ എച്ച് കൊടുത്തിട്ടുണ്ട്. സോ ഇവിടെ സി നമുക്ക് ലെഫ്റ്റിൽ തന്നെയാണ് വേണ്ടത്, അപ്പോൾ അത് അങ്ങനെ തന്നെ എടുക്കുക. സെക്കൻഡ് ഇക്വേഷൻ എന്ന് പറയുമ്പോൾ H2 + ½ O2 ഗിവിങ് H2O, അതിൻ്റെ ഡെൽറ്റ എച്ച് തന്നിട്ടുണ്ട്. പക്ഷെ നമുക്ക് വേണ്ടത് 2 H2 ആണ്. അപ്പോൾ എന്ത് ചെയ്യണം, സെക്കൻഡ് ഇക്വേഷനെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ on multiplying second equation into 2 gives 2H2 + O2 giving 2H2O. ഫസ്റ്റ് ഇക്വേഷനായി. ഇവിടെ ഞാൻ ഫസ്റ്റ് ഇക്വേഷൻ എഴുതിയതുള്ളൂ. നിങ്ങൾ എഴുതുമ്പോൾ ഇപ്പോൾ ഫോർത്ത് ഇക്വേഷൻ ആണെങ്കിൽ ഫോർത്ത് ഇക്വേഷൻ എഴുതാം. ഞാൻ ഡേറ്റ് എഴുതാത്ത കാരണമാണ് ഫസ്റ്റ് ഇക്വേഷൻ കൊണ്ടിട്ട് കേട്ടോ. സോ ഡെൽറ്റ എച്ചിനെ നമ്മൾ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. ഇത് മറക്കരുത് കേട്ടോ, തെറ്റാൻ സാധ്യതയുണ്ട്. നമ്മൾ ഡെൽറ്റ എച്ചിന് 2 മൾട്ടിപ്ലൈ ചെയ്യില്ല, ഡയറക്റ്റ് കൊടുക്കും, തെറ്റും ആൻസർ. അങ്ങനെ ചെയ്യരുത്. അപ്പോൾ ഡെൽറ്റ എച്ചിന് 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഒരു പെർട്ടിക്കുലർ ആൻസർ കിട്ടും. ഇനി തേർഡ് ഇക്വേഷൻ നോക്കാം. CH4 + 2O2 ഗിവിങ് CO2 + 2H2. നമുക്ക് ഇങ്ങനെയല്ല വേണ്ട, നമുക്ക് CH4 റൈറ്റിലാണ് വേണ്ടത് അല്ലേ. അപ്പോൾ റിവേഴ്സ് ചെയ്യുക. റിവേഴ്സ് ചെയ്യുമ്പോൾ ഡെൽറ്റ എച്ചും റിവേഴ്സ് ആവും, സൈനും റിവേഴ്സ് ആവും. അപ്പോൾ റിവേഴ്സിംഗ് ഇക്വേഷൻ 3 gives CO2 + 2H2 giving CH4 + 2O2. ഡെൽറ്റ എച്ച് പോസിറ്റീവ് 890.4 kJ/mol എന്നായി. സെക്കൻഡ് ഇക്വേഷൻ കിട്ടും. നിങ്ങളിടുമ്പോൾ ഫിഫ്ത്ത് ഇക്വേഷൻ ആവും. അപ്പോൾ ഫസ്റ്റ് ഇക്വേഷൻ അതേപോലെ പ്ലസ് സെക്കൻഡ് ഇക്വേഷൻ അല്ല, സെക്കൻഡ് ഇക്വേഷൻ നമ്മൾ മാറ്റി, അത് എൻ്റെ രീതിയിൽ പറയുകയാണെങ്കിൽ ഫസ്റ്റ് ഇക്വേഷനായി പ്ലസ് സെക്കൻഡ് ഇക്വേഷൻ. അപ്പോൾ ഇത് മൂന്നും കൂടിയിട്ട് ആഡ് ചെയ്യുമ്പോൾ C സോളിഡ് സ്റ്റേറ്റിൽ + O2 ഗേഷ്യസ് സ്റ്റേറ്റിൽ ഗിവ്സ് CO2 ഡെൽറ്റ എച്ച് തന്നിട്ടുണ്ട്. 2H2 + O2 ഗിവിങ് 2H2O ഡെൽറ്റ എച്ച് തന്നിട്ടുണ്ട്. CO2 + 2H2O ഗിവിങ് CH4 + 2O2 ഡെൽറ്റ എച്ച് തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇനി ആവശ്യമില്ലാത്തതെന്ന് പറഞ്ഞാൽ O2 ആണ്. O2s എല്ലാം ക്യാൻസൽ ചെയ്യാം. ഇവിടെ ലെഫ്റ്റ് സൈഡിൽ 2 O2s ഉണ്ട് അല്ലേ. അപ്പോൾ നമ്മൾ റൈറ്റ് സൈഡിലുള്ള 2 O2 ആയിട്ട് ക്യാൻസൽ ചെയ്യണം. ഇനി CO2 റൈറ്റിലുണ്ട്, ലെഫ്റ്റിലുണ്ടോ നോക്കാം. ഒരു CO2 തന്നെയുണ്ട്, അപ്പോൾ ക്യാൻസൽ ചെയ്യാം. ഇനി റൈറ്റ് സൈഡിൽ 2H2O ഉണ്ട്, ലെഫ്റ്റ് സൈഡിലും 2H2O ഉണ്ട്, അങ്ങനെ ക്യാൻസൽ ചെയ്തു. അപ്പോൾ നമുക്ക് കിട്ടുന്ന ഇക്വേഷനാണ് C സോളിഡ് സ്റ്റേറ്റിൽ + 2H2O ഗേഷ്യസ് സ്റ്റേറ്റിൽ ഗിവ്സ് CH4 ഗേഷ്യസ് സ്റ്റേറ്റിൽ ഡെൽറ്റ എച്ച് എന്ന് പറയുന്നത് -74.9 kJ/mol ആയി. ഇനി അടുത്തത് 17th ക്വസ്റ്റ്യൻ. എക്സ്പാൻഷൻ ഓഫ് എ ഗ്യാസ് ഇൻ എ വാക്യൂം ഇസ് കോൾഡ് ഫ്രീ എക്സ്പാൻഷൻ. Which one of the following represents free expansion of an ideal gas under adiabatic condition? First is Q is equal to 0, delta T not equal to 0, W is equal to 0. Second, Q not equal to 0, delta T equal to 0, W equal to 0. Third, Q equal to 0, delta T equal to 0, W equal to 0. Fourth, Q equal to 0, delta T less than 0, W not equal to 0. B section. The enthalpy change for the reaction N2 + 3H2 gives 2NH3 is -91.8 kJ at 298 Kelvin. Calculate the value of internal energy change. October 2015 ചോദിച്ചതാണ്. അപ്പോൾ ഇവിടെ ഫസ്റ്റ് പറഞ്ഞേക്കുന്നത് ഒരു വാക്യത്തിലുള്ള ഒരു ഗ്യാസിൻ്റെ എക്സ്പാൻഷനെയാണ് ഫ്രീ എക്സ്പാൻഷൻ എന്ന് പറയാം. അങ്ങനെയാണെങ്കിൽ അഡിയാബാറ്റിക് കണ്ടീഷനിൽ ഒരു ഐഡിയൽ ഗ്യാസിൻ്റെ ഫ്രീ എക്സ്പാൻഷൻ റിപ്രസെൻറ്റ് ചെയ്യണത് ഏതിനാണെന്ന്, ഫസ്റ്റത്തേനാണ്, സെക്കൻഡിനാണ്, തേർഡിനാണ്, ഫോർത്തിനാണോ എന്ന് നോക്കാം. തേർഡാണ് ആൻസർ വരിക. Q = 0, ഡെൽറ്റ T = 0, W = 0. കണ്ടുപിടിക്കണമെങ്കിൽ ആദ്യം തന്നെ നമ്മൾക്ക് തന്നിരിക്കുന്നത് എന്താണെന്ന് നോക്കുക. അഡിയാബാറ്റിക് കണ്ടീഷനാണ് തന്നിരുന്നത്. അഡിയാബാറ്റിക് പ്രോസസ്സിൽ Q0 ആയിരിക്കും അല്ലേ, ഹീറ്റ് എക്സ്ചേഞ്ച് ഒന്നും ഉണ്ടാവില്ല, അപ്പോൾ Q0 ആയിരിക്കും. ഇനി ഫ്രീ എക്സ്പാൻഷൻ ആയിട്ടുള്ള കാരണം വർക്കൊന്നും നടന്നിട്ടുണ്ടാവില്ല, സോ നോ വർക്ക് ഇസ് ഡൺ. W0 ആയി. അപ്പോൾ W0 ആണ്, Q0 ആണ്. അപ്പോൾ നമുക്ക് ഫസ്റ്റിൽ വന്ന് ഡെൽറ്റ U = Q + W അല്ലേ. അപ്പോൾ ഡെൽറ്റ U0 എന്ന് കിട്ടിയില്ലേ. ഇനി ഡെൽറ്റ U എന്ന് പറയുന്നത് Q × ഡെൽറ്റ T. ഈ ഇക്വേഷൻ അറിയാത്തവർ നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ. ഡെൽറ്റ U എന്ന് പറയുന്നത് Q × ഡെൽറ്റ T ആണ്. അപ്പോൾ എന്തുണ്ടാവും, ഡെൽറ്റ U 0 ആണ്. അപ്പോൾ ഡെൽറ്റ ടിയും 0 ആവില്ലേ, അങ്ങനെ ഡെൽറ്റ ടിയും 0 കിട്ടി. അപ്പോൾ ഡെൽറ്റ ടിയും 0 കിട്ടി, Qയും 0 കിട്ടി, Wയും 0 കിട്ടി. ആ സാറ്റിസ്ഫൈ ചെയ്യണത് ഏത് ഇക്വേഷനാണ് നോക്കുക, തേർഡ് ഇക്വേഷനാണ്. അപ്പോൾ അതാണ് ആൻസർ. ഇനി നമ്മളോട് ബി സെക്ഷനിൽ ചോദിച്ചിട്ടുണ്ടെന്ന് എന്താ, ഒരു റിയാക്ഷൻ തന്നിട്ടുണ്ട്, അതിൻ്റെ എൻതാൽപ്പി ചേഞ്ച് തന്നിട്ടുണ്ട്, ടെമ്പറേച്ചർ തന്നിട്ടുണ്ട്, ഡെൽറ്റ U കണ്ടുപിടിക്കാനാണ്. എളുപ്പമാണ്, R വാല്യൂ തന്നിട്ടുണ്ട്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ഇക്വേഷൻ എടുത്ത് എഴുതി N2 + 3H2 ഗിവിങ് 2NH3. എന്നിട്ട് ഡെൽറ്റ എച്ച് നമ്മൾ എന്താണെന്ന് വെച്ചാൽ എഴുതി തന്നിരിക്കുന്നത് -91.8 × 10³ ജൂൾ എന്നാണ്. കിലോ ജൂളായിരുന്നു, നമ്മൾ കൺവേർട്ട് ചെയ്ത് 10³ ജൂളിനാക്കി. ടെമ്പറേച്ചർ 298 Kelvin ആണ്. R വാല്യൂ തന്നിട്ടുണ്ട്. ഡെൽറ്റ U എന്താണെന്ന് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഡെൽറ്റ എച്ച് = ഡെൽറ്റ U + ഡെൽറ്റ NRT. ഡെൽറ്റ N എന്ന് പറയുമ്പോൾ NP - NR, അതും ഗേഷ്യസ് സ്റ്റേറ്റിലിരിക്കണവരെ മാത്രം കാൽക്കുലേറ്റ് ചെയ്യുക. സോ പ്രൊഡക്റ്റ് സെക്ഷനിൽ 2 മോൾസ് ഉണ്ട്, അപ്പോൾ 2 - ഇനി റിയാക്ടൻ സെക്ഷനിൽ 4 മോൾസ് ഉണ്ട്, 3 + 1
4. അപ്പോൾ -2 എന്ന് കിട്ടി ഡെൽറ്റ എൻ. ശ്രദ്ധിക്കുക, ഗേഷ്യസ് ഫേസിൽ മാത്രമാണ് നമ്മൾ n മോൾസ് കൺസിഡർ ചെയ്യുള്ളൂ കേട്ടോ. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഡെൽറ്റ യു ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഡെൽറ്റ എച്ച് ഒക്കെ ഉണ്ട്. അപ്പോൾ ഡെൽറ്റ യു ഇസ് ഈക്വൽ ടു ഡെൽറ്റ എച്ച് മൈനസ് ഡെൽറ്റ എൻ ആർ ടി അല്ലേ. അപ്പോൾ ഡെൽറ്റ എച്ച് എന്താ? -91800. ഇത് പോയിന്റ് മാറ്റിയിട്ട് വാല്യൂസ് കിട്ടുന്നുള്ളൂ. അപ്പോൾ -91800 മൈനസ് ഓഫ് 2 × 8.314 × 298. അപ്പോൾ നമുക്ക് ഡെൽറ്റ യു -86844.86 ജൂൾ പെർ മോളിന് കിട്ടി. ഇനി 18th question, calculate the standard free energy for the conversion of oxygen to ozone. 3/2 O2 gaseous phase converted into O3 gaseous phase at 298 Kelvin. If the equilibrium constant for the conversion is 2.47 × 10⁻⁻29, given R is equal to 8.314 joule per Kelvin per mole. മാർച്ച് 2015 ചോദിച്ചതാട്ടോ. അപ്പോൾ ഇത് സത്യം പറഞ്ഞ ഇക്വിലിബ്രിയത്തിൻ്റെയാണ്, തെർമോഡൈനാമിക്സിൽ പെട്ടുന്നേ ഉള്ളൂ. അപ്പോൾ ഇതെങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. ക്വസ്റ്റ്യൻ ചോദിച്ചേണ്ടത് ഇതാണ്, ഡെൽറ്റ G0 കണ്ടുപിടിക്കാനാണ് പറഞ്ഞേ. നമുക്കൊരു ഇക്വേഷൻ തന്നിട്ടുണ്ട്, ടെമ്പറേച്ചർ തന്നിട്ടുണ്ട്, ആർ വാല്യൂ തന്നിട്ടുണ്ട്, കെൻ്റെ വാല്യൂ, ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് എന്ന് പറഞ്ഞാൽ കെൻ്റെ വാല്യൂ തന്നിട്ടുണ്ട്. അപ്പോൾ കെ ഇസ് ഈക്വൽ ടു 2.47 × 10⁻⁻29, കോൺസ്റ്റന്റ് ആയതുകൊണ്ട് യൂണിറ്റ്സ് ഒന്നുമില്ല. പിന്നെ ആർ ഇസ് ഈക്വൽ ടു 8.314 ജൂൾ പെർ കെൽവിൻ പെർ മോൾ, ടെമ്പറേച്ചർ എന്ന് പറഞ്ഞാൽ 298 കെൽവിൻ. Delta G0 is equal to -2.303 RT log K equal to 2.303 into 8.314 into 298 into log of 2.47 into 10⁻⁻29. Answer കിട്ടുക 163,000 joule per mole. അപ്പോൾ അങ്ങനെ നമുക്ക് 163 കിലോ ജൂൾ പെർ മോളിനും കൂടി എഴുതാം. ഇനി അടുത്ത 19th question, how is delta G helpful in predicting the spontaneity of the reaction? August 2014 ചോദിച്ചതാണ്. കുറേ പ്രാവശ്യം ഞാൻ റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇടയിലൊക്കെ, എന്നാലും ഇവിടെ എങ്ങനെ ആൻസർ ചെയ്യാൻ നോക്കാം. ഒരു റിയാക്ഷൻ്റെ സ്പോണ്ടേനിറ്റി പ്രിഡിക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഡെൽറ്റ ജി എങ്ങനെ സഹായിക്കുന്നതാണ് ചോദിച്ചാണ്. അപ്പോൾ സ്പോണ്ടേനിയസ് പ്രോസസ് ആണെങ്കിൽ ഡെൽറ്റ ജി ഇസ് നെഗറ്റീവ്, ഫോർ നോൺ സ്പോണ്ടേനിയസ് പ്രോസസ് ഡെൽറ്റ ജി ഇസ് പോസിറ്റീവ്, ആൻഡ് പ്രോസസ് അറ്റ് ഇക്വിലിബ്രിയം ഡെൽറ്റ ജി ഇസ് ഈക്വൽ ടു 0. അപ്പോൾ സ്പോണ്ടേനിയസ് പ്രോസസ് ആണെങ്കിൽ ഡെൽറ്റ ജി നെഗറ്റീവ്, നോൺ സ്പോണ്ടേനിയസ് ആണെങ്കിൽ പോസിറ്റീവ്, ഇക്വിലിബ്രിയത്തിലാണെങ്കിൽ ഡെൽറ്റ ജി 0 ആണ്. ഇനി അടുത്ത 20th question, മാച്ച് ദ ഫോളോയിങ്. സെപ്റ്റംബർ 2013 ചോദിച്ചതാണ്. W is equal to minus delta U is equal to 0, Cp minus Cv, Qp. Enthalpy change, universal gas constant, adiabatic process, isothermal process, cyclic process. Answer എന്താ? W is equal to minus delta U എന്ന് പറയണമെങ്കിൽ അതൊരു അഡിയാബാറ്റിക് പ്രോസസ് ആയിരിക്കണം. പിന്നെ ഡെൽറ്റ U is equal to 0 എന്ന് പറഞ്ഞാൽ അത് നമ്മുടെ ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സിൽ ഐസോതെർമൽ ആണെങ്കിൽ ഡെൽറ്റ U 0 ആവും അല്ലേ. അപ്പോൾ ഇവിടെ പറ്റണത് നമുക്ക് ഐസോതെർമൽ ആയതുകൊണ്ട് ഐസോതെർമൽ പ്രോസസ്. അപ്പോൾ 2D. അപ്പോൾ Cp മൈനസ് Cv ഈസ് ഈക്വൽ ടു ആർ എന്ന് പറഞ്ഞ മേയേഴ്സ് റിലേഷൻ നമുക്കറിയാം. അപ്പോൾ ആർ എന്ന് പറഞ്ഞാൽ യൂണിവേഴ്സൽ ഗ്യാസ് കോൺസ്റ്റന്റ് അല്ലേ. അപ്പോൾ Cp മൈനസ് Cv എന്ന് പറയുന്നത് യൂണിവേഴ്സൽ ഗ്യാസ് കോൺസ്റ്റന്റിലേക്ക് പോകും. അപ്പോൾ 3 എന്ന് പറയുന്നത് ബി. ഇനി QP എന്ന് പറഞ്ഞാൽ എൻതാൽപ്പി ചേഞ്ച് അറ്റ് കോൺസ്റ്റന്റ് പ്രഷർ അല്ലേ. അപ്പോൾ ഇവിടെ എൻതാൽപ്പി ചേഞ്ച് ഉണ്ട്, കോൺസ്റ്റന്റ് പ്രഷർ എന്ന് എഴുതിയില്ലെങ്കിലും എൻതാൽപ്പി ചേഞ്ച് ഇല്ലേ, അപ്പോൾ അതായിട്ട് കണക്ട് ചെയ്യാം. 4A. ഇനി അടുത്ത 21st question, എ പാർട്ട് നോക്കാം. എക്സോതെർമിക് റിയാക്ഷൻസ് അസോസിയേറ്റഡ് വിത്ത് എ ഡിക്രീസ് ഇൻ എൻട്രോപ്പി ആർ സ്പോണ്ടേനിയസ് അറ്റ് ലോവർ ടെമ്പറേച്ചേഴ്സ്. ജസ്റ്റിഫൈ ഓൺ ദ ബേസിസ് ഓഫ് ഗിബ്സ് ഇക്വേഷൻ. ബി പാർട്ട്, find temperature above which the reaction MgO plus C gives Mg plus CO becomes spontaneous. ഡെൽറ്റ ആർ എച്ച് നോട്ട് തന്നിട്ടുണ്ട്, ഡെൽറ്റ ആർ എസ് നോട്ട് തന്നിട്ടുണ്ട്. മാർച്ച് 2013 ചോദിച്ചതാണ്. അപ്പോൾ എ പാർട്ടിൽ എന്താ പറഞ്ഞേ, എക്സോതെർമിക് ആയിട്ടുള്ള റിയാക്ഷനാണ്, എൻട്രോപ്പിയിൽ ഡിക്രീസ് വന്നിട്ടുണ്ട്. അപ്പോൾ അത്തരത്തിലൊരു റിയാക്ഷൻ സ്പോണ്ടേനിയസ് ആവുന്നത് ലോവർ ടെമ്പറേച്ചേഴ്സിലാണ്. ജസ്റ്റിഫൈ ചെയ്യാനാണ് പറയണത് ഗിബ്സ് ഇക്വേഷനെ ബേസ് ചെയ്തിട്ട്. എങ്ങനെ ചെയ്യാം? എക്സോതെർമിക് റിയാക്ഷൻ എന്ന് പറയുമ്പോൾ തന്നെ ഡെൽറ്റ എച്ച് നെഗറ്റീവ് അല്ലേ. ഡിക്രീസ് ഇൻ എൻട്രോപ്പി എന്ന് പറഞ്ഞാൽ ഡെൽറ്റ എസ് നെഗറ്റീവ്. ലോ ടെമ്പറേച്ചറാണ്, അത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും, ലോ ടെമ്പറേച്ചറാണ്. അപ്പോൾ ഗിബ്സ് എനർജി വെച്ചിട്ട് നമുക്കിങ്ങനെ എഴുതാം, ഗിവൻ ഡെൽറ്റ എച്ച് ഇസ് നെഗറ്റീവ്, ഡെൽറ്റ എസ് ഇസ് നെഗറ്റീവ്, സോ അക്കോർഡിംഗ് ടു ഗിബ്സ് ഇക്വേഷൻ ഡെൽറ്റ ജി ഇസ് ഈക്വൽ ടു ഡെൽറ്റ എച്ച് മൈനസ് ടി ഡെൽറ്റ എസ് അല്ലേ. അപ്പോൾ ഡെൽറ്റ നമ്മൾ ആദ്യം നമുക്ക് അറിയണത് ഏതാ, അതും ഇതും സാറ്റിസ്ഫൈഡ് ആവുണ്ടോ നോക്കിയാൽ മതി. അപ്പോൾ ആദ്യം തന്നെ മൈൻഡിൽ കാൽക്കുലേറ്റ് ചെയ്യുക. ഡെൽറ്റ ജി നെഗറ്റീവ് ആവണമെങ്കിൽ ഇപ്പോൾ ഡെൽറ്റ എച്ചും ഡെൽറ്റ എസും നെഗറ്റീവാണ്. അപ്പോൾ ഡെൽറ്റ ജി നെഗറ്റീവ് ആണെങ്കിൽ ടെമ്പറേച്ചർ ലോ ആയിരിക്കണം അല്ലേ. അതായത് ടി ഡെൽറ്റ എസ് ഡെൽറ്റ എച്ചിനെക്കാട്ടും സ്മോളർ ആയിരിക്കണം. സോ ഡെൽറ്റ ജി ബിക്കംസ് നെഗറ്റീവ് ഓൺലി വെൻ ടി ഡെൽറ്റ എസ് ഇസ് ലെസ്സർ ദാൻ ഡെൽറ്റ എച്ച്. ദിസ് ഇസ് പോസിബിൾ അറ്റ് ലോ ടെമ്പറേച്ചർ. ഇത് നമ്മൾ മുമ്പ് ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ് എൻ്റെ മുമ്പത്തെ വീഡിയോയിൽ. നമ്മളോട് റിയാക്ഷൻ സ്പോണ്ടേനിയസ് ആവുന്ന ടെമ്പറേച്ചറിൻ്റെ അബവ് ടെമ്പറേച്ചർ കണ്ടുപിടിക്കാനാണ് പറഞ്ഞത്. റിയാക്ഷൻ തന്നിട്ടുണ്ട്, ഡെൽറ്റ ആർ എച്ച് നോട്ട് തന്നിട്ടുണ്ട്, ഡെൽറ്റ ആർ എസ് നോട്ട് തന്നിട്ടുണ്ട്. അപ്പോൾ എങ്ങനെയാണെന്ന് എഴുതാൻ നോക്കാം. അപ്പോൾ ആദ്യം നമ്മൾ ഇക്വിലിബ്രിയം സ്റ്റേറ്റിലാണ് ഇരിക്കണതെന്ന് വിചാരിക്കാം. അപ്പോൾ അറ്റ് ഇക്വിലിബ്രിയം ഡെൽറ്റ ആർ ജി നോട്ട് ഇസ് ഈക്വൽ ടു 0.
അപ്പോൾ ഗിബ്സ് ഇക്വേഷൻ എന്താവും? ഡെൽറ്റ ആർ ജി നോട്ട് ഈക്വൽ ടു ഡെൽറ്റ ആർ എച്ച് നോട്ട് മൈനസ് ടി ഡെൽറ്റ ആർ എസ് നോട്ട്. നമ്മൾ ഈ ഡെൽറ്റ ആർ ജി നോട്ട് 0 ആയിട്ട് കൊടുക്കുമ്പോൾ നമുക്ക് എന്ത് എഴുതാം? 0 ഈസ് ഈക്വൽ ടു ഡെൽറ്റ ആർ എച്ച് നോട്ട് മൈനസ് ടി ഡെൽറ്റ ആർ എസ് നോട്ട്. അപ്പോൾ ഈ ടി ഡെൽറ്റ ആർ എസ് നോട്ടിനെ റൈറ്റ് സൈഡിലേക്ക് കൊണ്ടുപോകും. അപ്പോൾ ഇത് ഡെൽറ്റ ആർ എച്ച് നോട്ട് ഇസ് ഈക്വൽ ടു ടി ഡെൽറ്റ ആർ എസ് നോട്ട് കിട്ടും. ടി ഇസ് ഈക്വൽ ടു ടീനെ ഇവിടെ വയ്ക്കുക, ഡെൽറ്റ ആർ എസ് നോട്ടിനെ ലെഫ്റ്റിലേക്ക് കൊണ്ടുപോകുക. സോ ഡെൽറ്റ ആർ എച്ച് നോട്ട് ബൈ ഡെൽറ്റ ആർ എസ് നോട്ട് ഇസ് ഈക്വൽ ടു ഡെൽറ്റ ആർ എച്ച് നോട്ട് നമുക്ക് തന്നിട്ടുണ്ട് 490 × 10⁻³ കിലോ ജൂളിലായിട്ടാണ് തന്നിരുന്നത്, നമ്മൾ ജൂളിലേക്ക് മാറ്റി. അപ്പോൾ × 10⁻³ കൂടി വന്നു ബൈ 198 ജൂൾ കെൽവിൻ പെർ മോൾ എന്നാണ് തന്നേനെ. അപ്പോൾ 198 തന്നെ ബി. നമുക്ക് കിട്ടുന്ന ടെമ്പറേച്ചറാണ് 2474.74 കെൽവിൻ. അപ്പോൾ at 2474.74 Kelvin, the reaction is at equilibrium. അല്ലേ, ഈ ഒരു ടെമ്പറേച്ചറിൽ ഇക്വിലിബ്രിയത്തിലാണ് ഇരിക്കുന്നത് റിയാക്ഷൻ. Above this temperature, the reaction becomes spontaneous. ഈ ടെമ്പറേച്ചറിന് മേലെയാണ് റിയാക്ഷൻ സ്പോണ്ടേനിയസ് ആവുക. ഇവരിപ്പോൾ ഇതിൽ ഓൾറെഡി തന്നിട്ടുണ്ട് ഏത് ടെമ്പറേച്ചറിന് എബവ് ആണ് റിയാക്ഷൻ സ്പോണ്ടേനിയസ് ആവണേന്ന്. ഇപ്പം അങ്ങനെ പറഞ്ഞില്ലേ, ഏത് ടെമ്പറേച്ചറിലാണ് റിയാക്ഷൻ സ്പോണ്ടേനിയസ് ആവണേന്നും ചോദിക്കാം. അപ്പോൾ പറയേണ്ടത് നമ്മൾ നമ്മുടെ ആ ഒരു ഐഡിയ വെച്ചിട്ടാണ്. അതായത് ഡെൽറ്റ ആർ എച്ച് നോട്ടും ഡെൽറ്റ ആർ എസ് നോട്ടും പോസിറ്റീവാണ് അല്ലേ. അപ്പോൾ രണ്ടും പോസിറ്റീവ് ആവുന്ന കണ്ടീഷനിൽ ഡെൽറ്റ ആർ ജി നോട്ട് നെഗറ്റീവ് ആവണമെങ്കിൽ ടി ഡെൽറ്റ ആർ എസ് നോട്ട് ഡെൽറ്റ ആർ എച്ച് നോട്ടിനെക്കാട്ടും ഗ്രേറ്റർ ആയിരിക്കണം. അതായത് ഹൈ ടെമ്പറേച്ചറിലാണ് ഇത് പോസിബിൾ ആവുക. അപ്പോഴാണ് നമ്മൾ എബവ് നമുക്ക് ഇക്വിലിബ്രിയത്തിൽ കിട്ടിയ ടെമ്പറേച്ചർ എന്ന് പറഞ്ഞിട്ട് എഴുതാൻ പറ്റുള്ളൂ. ഇവിടെ ഡയറക്റ്റ് തന്നിട്ടുള്ളതുകൊണ്ട് നമുക്ക് കുഴപ്പമില്ല. അല്ലാത്ത കേസിലാണ് ഞാൻ പറഞ്ഞത് കേട്ടോ. സോ ബിക്കോസ് ഞാൻ അതിൻ്റെ റീസൺ എഴുതിയതാ, ബിക്കോസ് ഹിയർ ഡെൽറ്റ ആർ എച്ച് നോട്ട് ആൻഡ് ഡെൽറ്റ ആർ എസ് നോട്ട് ആ പോസിറ്റീവ് അല്ല, പോസിറ്റീവ് വാല്യൂസ് അല്ല തന്നെ. സോ ഡെൽറ്റ ആർ ജി നോട്ട് ബിക്കംസ് നെഗറ്റീവ് ഓൺലി വെൻ ടി ഡെൽറ്റ ആർ എസ് നോട്ട് ഇസ് ഗ്രേറ്റർ ദാൻ ഡെൽറ്റ ആർ എച്ച് നോട്ട്. ദിസ് ഇസ് പോസിബിൾ അറ്റ് ഹൈ ടെമ്പറേച്ചർ. ഇനി അടുത്ത 22nd ക്വസ്റ്റ്യൻ എ പാർട്ട് നോക്കാം. കൺസ്ട്രക്ട് ആൻ എൻതാൽപ്പി ഡയഗ്രാം ടു ഡിറ്റർമിൻ ദ ലാറ്റിസ് എൻതാൽപ്പി ഓഫ് സോഡിയം ക്ലോറൈഡ്. അത് ഞാൻ എൻ്റെ മുമ്പത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ വീഡിയോ പോയി കണ്ടാൽ നിങ്ങൾക്ക് എങ്ങനെയാണ് എൻതാൽപ്പി ഡയഗ്രാം വരയ്ക്കേണ്ടതെന്നുള്ള ഡീറ്റെയിൽഡ് എക്സ്പ്ലനേഷൻ കിട്ടും. ഇനി ബി പാർട്ട് നോക്കാം. എൻതാൽപ്പി ആൻഡ് എൻട്രോപ്പി ചേഞ്ചസ് ഓഫ് എ റിയാക്ഷൻ ആർ 40.63 kJ per mole and 108.8 Joule per Kelvin per mole. Predict the feasibility of reaction at 27 degrees Celsius. സെപ്റ്റംബർ 2012 ചോദിച്ചതാട്ടോ. എങ്ങനെ ആൻസർ ചെയ്യാൻ നോക്കാം. ഇപ്പോൾ നമുക്ക് എൻതാൽപ്പി തന്നിട്ടുണ്ട് ഡെൽറ്റ എച്ച് 40.63 kJ per mole ആണെന്ന് തന്നിട്ടുണ്ട്. ജൂളിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ × 10⁻³ അത് നമ്മൾ പോയിന്റ് മാറ്റി എഴുതുമ്പോൾ 40630 ജൂൾ പെർ മോളിന് കിട്ടും. ഇനി അടുത്ത ഡെൽറ്റ എസ് നമുക്ക് തന്നിട്ടുണ്ട് 108.8 ജൂൾ പെർ കെൽവിൻ പെർ മോൾ തന്നിട്ടുണ്ട്. ഇനി പ്രെഡിക്റ്റ് ദ ഫീസിബിലിറ്റി എന്ന് പറഞ്ഞാൽ എന്താ? ഡെൽറ്റ ജി എന്താണെന്നാണ് ചോദിക്കണേ. ഓക്കെ, അപ്പോൾ നോക്കാം. ടി തന്നിട്ടുണ്ട് 27 ഡിഗ്രി സെൽഷ്യസ് ആണെന്ന്. സെൽഷ്യസ് മാറ്റി കെൽവിൻ ആക്കണം കേട്ടോ, തെറ്റിക്കരുത്. കെൽവിനിലാണ് എപ്പോഴും എഴുതേണ്ടത്. എപ്പോഴും സ്റ്റാൻഡേർഡ് യൂണിറ്റിലായിരിക്കണം ആൻസർ പോകേണ്ടത്. സോ ടി ഈസ് ഈക്വൽ ടു 27 + 273 = 300 കെൽവിൻ എന്ന് കിട്ടി. ഡെൽറ്റ ജി ഈസ് ഈക്വൽ ടു ഡെൽറ്റ എച്ച് മൈനസ് ടി ഡെൽറ്റ എസ്. അപ്പോൾ 40630 - 300 × 108.8. അപ്പോൾ നമുക്ക് കിട്ടുന്ന വാല്യൂ ആണ് 7990 ജൂൾ പെർ മോൾ. ഇനി അടുത്ത 23rd ഡ്രോ ദ എൻതാൽപ്പി ഡയഗ്രാം ഫോർ എക്സോതെർമിക് ആൻഡ് എൻഡോതെർമിക് റിയാക്ഷൻ. സെപ്റ്റംബർ 2012 ചോദിച്ചതാട്ടോ. അപ്പോൾ ഇതാണ് എക്സോതെർമിക്കിൻ്റെയും എൻഡോതെർമിക്കിൻ്റെയും എൻതാൽപ്പി ഡയഗ്രാം. ഇത് വരയ്ക്കാൻ പഠിക്കുക കേട്ടോ. ഇനി അടുത്ത 24th ആണ്. തെർമോഡൈനാമിക്സ് ഡീൽസ് വിത്ത് ദ എനർജി ചേഞ്ചസ് ഓഫ് മാക്രോസ്കോപ്പിക് സിസ്റ്റംസ്. A part, consider chemical reaction taking place in a closed insulated vessel. To which type of thermodynamic system does it belong? B part, first law of thermodynamics സ്റ്റേറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടാണ്. അത് ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്, സോ ഞാൻ ഇവിടെ റിപ്പീറ്റ് ചെയ്യുന്നില്ല. പിന്നെ സി പാർട്ട്, 3 mole of an ideal gas at 1.5 atm and 25 degrees Celsius expands isothermally in a reversible manner twice its original volume against an external pressure of 1 atm. Calculate the work done. R is equal to 8.314 Joule per Kelvin per mole. മാർച്ച് 2012 ചോദിച്ചതാട്ടോ. അപ്പോൾ നമുക്ക് ആദ്യത്തെ എ പാർട്ട് എന്താണെന്ന് നോക്കാം. അതായത് നമ്മൾ ഒരു കെമിക്കൽ റിയാക്ഷൻ ക്ലോസ്ഡ് ആയിട്ട് ഇൻസുലേറ്റ് ചെയ്തപ്പെട്ട വെസലിൽ കിടക്കാമെന്ന് വിചാരിക്കും. അപ്പോൾ അത് ഏത് തെർമോഡൈനാമിക് സിസ്റ്റത്തിലാണ് പെടുകയെന്ന്. ഏത് തെർമോഡൈനാമിക് സിസ്റ്റത്തിലാണ്? അഡിയബാറ്റിക് അല്ലേ? കാരണം എന്താ? അതിൽ ഹീറ്റ് എക്സ്ചേഞ്ച് നടക്കണില്ല. അപ്പോൾ ഏത് തെർമോഡൈനാമിക് സിസ്റ്റത്തിലാണെന്ന് ചോദിച്ചിട്ടുണ്ട് കേട്ടോ. ചോദ്യം കൃത്യമായിട്ട് വായിക്കുക. ഏത് തെർമോഡൈനാമിക് സിസ്റ്റത്തിലാണെന്നാണ് ചോദിച്ചത്. അഡിയബാറ്റിക് സിസ്റ്റം. ഓക്കെ, ഇനി ബി പാർട്ട് ഞാൻ പറഞ്ഞു, ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുള്ളതാണ്, സോ അതിലേക്ക് ഞാൻ പോകുന്നില്ല. സി പാർട്ടിലേക്ക് പോകാം. 3 moles of an ideal gas at 1.5 atm. അതപ്പോൾ നമ്പർ ഓഫ് മോൾസ് തന്നിട്ടുണ്ട്, ഐഡിയൽ ഗ്യാസ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്, പ്രഷർ തന്നിട്ടുണ്ട്, ടെമ്പറേച്ചർ ഡിഗ്രി സെൽഷ്യസിലാണ് തന്നത്. ഇനി എക്സ്പാൻഡ് ചെയ്യണമെന്ന് പറഞ്ഞു. എക്സ്പാൻഡ് ചെയ്യാന്ന് പറഞ്ഞാൽ അപ്പോൾ ആദ്യം ഒരു ഒറിജിനൽ വോളിയം ഉണ്ടായിരിക്കും,
പിന്നെ അതിൻ്റെ ട്വൈസിലേക്കാണ് പോണത്. അപ്പോൾ ഫസ്റ്റ് വോളിയം വി എന്നെടുത്താൽ സെക്കൻഡ് വോളിയം 2V എന്നെടുക്കാം. പിന്നെ നമുക്ക് എക്സ്റ്റേണൽ പ്രഷർ തന്നേണ്ടത് 180 ആണ്. വർക്ക് ഡൺ കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞിട്ട് ആറിൻ്റെ വാല്യൂ തന്നിട്ടുണ്ട്. എങ്ങനെയാണ് ചെയ്യാൻ നോക്കാം. അപ്പോൾ N=3 മോൾ, ആറിൻ്റെ വാല്യൂ 8.314 ജൂൾ പെർ കെൽവിൻ പെർ മോൾ. V1 V ആയിട്ട് എടുത്തു, V2 2V ആയിട്ട് എടുത്തു. ടെമ്പറേച്ചർ =25 + 273 എടുത്തപ്പോൾ 298 കെൽവിൻ കിട്ടി. ഇനി ഐസോതെർമൽ റിവേഴ്സിബിൾ എക്സ്പാൻഷൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. ക്വസ്റ്റ്യൻ ക്ലിയർ ആയിട്ട് വായിക്കാം. അപ്പം നമുക്ക് എങ്ങനെ എഴുതാം ഇക്വേഷൻ? W expansion = -2.303 nRT log V2 by V1 equal to 2.303 into 3 into 8.314 into 298 into log 2V by V. അപ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസറാണ് -5152.38 ജൂൾ. ഇനി അടുത്ത 25th ക്വസ്റ്റ്യൻ. വാട്ട് ഡു യു മീൻ ബൈ ആൻ ഐസൊലേറ്റഡ് സിസ്റ്റം? ഗിവ് എക്സാമ്പിൾ. മാർച്ച് 2010 ചോദിച്ചാൽ കേട്ടോ. ഐസൊലേറ്റഡ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ എന്താണ്? അതിനൊരു എക്സാമ്പിൾ കൊടുക്കാൻ. എ സിസ്റ്റം ദാറ്റ് കൻ നോട്ട് എക്സ്ചേഞ്ച് ബോത്ത് എനർജി ആൻഡ് മാറ്റർ വിത്ത് ദ സറൗണ്ടിങ്സ്. ഒരു സിസ്റ്റം, ആ സിസ്റ്റത്തിന് എനർജിയോ മാറ്ററോ സറൗണ്ടിങ്സ് ആയിട്ട് എക്സ്ചേഞ്ച് ചെയ്യാൻ പറ്റാത്തതാണ് ഐസൊലേറ്റഡ് സിസ്റ്റം. അതിന് എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ ഹോട്ട് വാട്ടർ ടേക്കൻ ഇൻ ദ തെർമോഫ്ലാസ്ക് എടുത്തു, അതിൽ ചൂടുവെള്ളം എടുത്തു. അപ്പോൾ അതിന്ന് ചൂട് പുറത്തേക്ക് പോവില്ലല്ലോ, അതുകൊണ്ടാണല്ലോ നമുക്ക് ആ ഫ്ലാസ്കിൽ എപ്പോഴും ചൂടായിട്ടുള്ള വെള്ളം കിട്ടണത്. അതാണ് ഫ്ലാസ്കിൻ്റെ യൂസ് എന്ന് പറയുന്നത്. നമുക്ക് ആ ചൂട് പോകാണ്ടിരിക്കണതാണ് ഫ്ലാസ്കിൻ്റെ യൂസ്. അപ്പോൾ അങ്ങനത്തെ ഒരു സിസ്റ്റം ഐസൊലേറ്റഡ് സിസ്റ്റമാണ്. ഓക്കെ. ഇനി അടുത്തത് 26th. സം പ്രോപ്പർട്ടീസ് ആർ സ്റ്റേറ്റ് ഫംഗ്ഷൻ. A. Q and W are not state functions, but Q plus W is a state function. Why? B. What is meant by pressure and intensive property? C. What is the difference in the internal energy of a system if 100 kilojoule of energy is radiated out without doing work? February 2008 ചോദിച്ചതാട്ടോ. അപ്പോൾ നമുക്ക് ആദ്യം ഈ പാർട്ട് എന്താ നോക്കാം. ചില പ്രോപ്പർട്ടീസിന് സ്റ്റേറ്റ് ഫംഗ്ഷൻസ് എന്ന് പറയുന്നു, പക്ഷേ ക്യൂവും ഡബ്ല്യൂയും സ്റ്റേറ്റ് ഫംഗ്ഷൻ അല്ല. പക്ഷേ Q + W എന്നുള്ളൊരു സ്റ്റേറ്റ് ഫംഗ്ഷനാണ്. എന്തുകൊണ്ടാണ്? ലോജിക്ക് യൂസ് ചെയ്യാം. ക്യൂവും ഡബ്ല്യൂയും സ്റ്റേറ്റ് ഫംഗ്ഷൻസ് അല്ല, അത് നമുക്കറിയാം. പക്ഷേ Q + W എന്ന് പറയുമ്പോൾ അതെന്തായി? ΔU ആയില്ലേ? ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ്. അപ്പോൾ അങ്ങനെ എടുത്ത് എഴുതിക്കൊള്ളൂ കേട്ടോ. ഫ്രം ദ ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് ΔU = Q + W. ΔU എന്ന് പറയുന്നത് ഇൻറ്റേർണൽ എനർജി എന്താ? സ്റ്റേറ്റ് ഫംഗ്ഷൻ അല്ലേ? അപ്പോൾ അതുകൊണ്ടാണ് Q + W ഒരു സ്റ്റേറ്റ് ഫംഗ്ഷനായി മാറിയത്. ഇനി ബി പാർട്ട് എന്ന് പറഞ്ഞാൽ വാട്ട് ഇസ് മെൻ ബൈ പ്രഷർ ഇസ് എൻ ഇൻറ്റൻസീവ് പ്രോപ്പർട്ടി. അപ്പോൾ ചോദ്യം എന്താണെന്ന് വെച്ചാൽ പ്രഷർ ഒരു ഇൻറ്റൻസീവ് പ്രോപ്പർട്ടി ആണെന്നത് കൊണ്ട് എന്താ ഉദ്ദേശിക്കണേന്നാണ് ചോദിക്കുന്നത്. പ്രഷർ ഓഫ് എ സിസ്റ്റം ഡസ് നോട്ട് ചേഞ്ച് വെൻ ദ സിസ്റ്റം ഇസ് ഡിവൈഡഡ്. സിസ്റ്റം ഡിവൈഡ് ചെയ്താലും ആ സിസ്റ്റത്തിൻ്റെ പ്രഷർ മാറുന്നില്ല. അതുകൊണ്ടാണ് ഇൻറ്റൻസീവ് പ്രോപ്പർട്ടി എന്ന് പറയുന്നത്. എമൗണ്ട് ഓഫ് മാറ്ററിനെ ഡിപ്പെൻഡ് ചെയ്യാത്തതല്ല ഇൻറ്റൻസീവ്. സോ അതുകൊണ്ടാണ് പ്രഷർ ഇൻറ്റൻസീവ് പ്രോപ്പർട്ടി ആണെന്ന് പറയുന്നത്. ഇനി ഇൻറ്റേർണൽ എനർജിയിൽ വരുന്ന ഡിഫറൻസ് എന്താണെന്നാണ് ചോദിക്കണേ. Q തന്നിട്ടുണ്ട് നമുക്ക്. എനർജി റേഡിയേറ്റ് ചെയ്യണ കാരണം Q നെഗറ്റീവ് ആണ് കേട്ടോ. എനർജി റേഡിയേറ്റ് ചെയ്യണം അല്ലെങ്കിൽ റിജക്റ്റ് ചെയ്യുകയാണ്. അപ്പോൾ Q എന്ന് പറയുന്നത് നെഗറ്റീവാണ്. വർക്കൊന്നുമില്ല, വിത്തൗട്ട് ഡൂയിങ് വർക്ക് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ W0. ΔU = Q + W എന്നാണ്. ഇൻറ്റേർണൽ എനർജി അല്ല കിട്ടേണ്ടത്, ΔU കിട്ടണം. നമുക്ക് Q തന്നിട്ടുണ്ട്, അത് നെഗറ്റീവ് ആണെന്ന് മനസ്സിലായി. എനർജി ഈസ് റേഡിയേറ്റഡ് എന്ന് പറഞ്ഞപ്പോൾ വിത്തൗട്ട് ഡൂയിങ് എനി വർക്ക് എന്ന് പറയുമ്പോൾ W0 ആണെന്ന് കിട്ടി. അപ്പോൾ ΔUവിനെയും Qനെയും Wനെയും റിലേറ്റ് ചെയ്യുന്ന ഇക്വേഷൻ എന്ന് പറയുന്നത് ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സിൻ്റെ ΔU = Q + W ആണ്. അങ്ങനെ നമുക്ക് -100 കിലോജൂൾ കിട്ടി. അപ്പോൾ ഇത്രയാണ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നത്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻസ് എല്ലാം നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക. ഇപ്പോൾ വീഡിയോ മാത്രം കണ്ടുകൊണ്ട് കാര്യമില്ല, നമുക്ക് പ്രാക്ടീസും കൂടി വേണം. അപ്പോൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് എല്ലാം വീണ്ടും ചെയ്തതാണെങ്കിൽ കൂടിയും വീണ്ടും പ്രാക്ടീസ് ചെയ്ത് ഏതൊരു ക്വസ്റ്റ്യൻ തന്നാലും ചെയ്യാൻ പറ്റുന്ന ഒരു രീതിയിലായിരിക്കും. അപ്പോൾ ഇംപ്രൂവ്മെൻറ്റ് എക്സാംസിനൊക്കെ പ്രീവിയസ് ഇയറിൽ നിന്നാണ് ചോദിക്കാറ്. അപ്പോൾ നിങ്ങൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും കൂടി ചെയ്യുക എല്ലാം. ഇപ്പോൾ ഇവിടെ ഞാൻ എല്ലാം ഡിസ്കസ് ചെയ്തിട്ടുണ്ട്, എല്ലാ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും ഡിസ്കസ് ചെയ്തിട്ടുണ്ട്, ഏതൊക്കെ റിപ്പീറ്റായി വന്നു എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എൻ്റെ വീഡിയോ കാണുക, അതിനുശേഷം നിങ്ങൾ ഓരോ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും എടുത്ത് ചെയ്യുക, എന്നാലേ മാർക്ക് കിട്ടുള്ളൂ. ഓക്കെ. അപ്പോൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുക, അപ്പോൾ നിങ്ങൾക്ക് ഫുൾ മാർക്ക് കിട്ടും. അപ്പോൾ ഇനി എൻ്റെ അടുത്ത വീഡിയോ ഒരു ഡോക്സ് റിയാക്ഷനെ ബേസ് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ ആ വീഡിയോ കൺസെപ്റ്റ് ബേസ്ഡ് ആയിരിക്കും. അതിനുശേഷം അതിൻ്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഒക്കെ ഡിസ്കസ് ചെയ്തിട്ടുള്ള വീഡിയോ വരും. പെട്ടെന്ന് തന്നെ അപ്ലോഡ് ചെയ്യാം കേട്ടോ. ഡിസംബറിന് മുമ്പ് തന്നെ പെട്ടെന്ന് തന്നെ അപ്ലോഡ് ചെയ്യാം. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ താങ്ക് യു.